എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ പുതിയൊരു നമ്മുടെ ബ്ലൂടൂത്ത് മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഏകദേശം 10,900 ആണ് ഇതിൻ്റെ ഒരു റേറ്റ്. നമുക്കിതൊരു 10,800 കിട്ടി. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 രൂപ 16 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു. നമ്മുടെ പാവങ്ങളുടെ DJI എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റത്തിന് വിളിക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മോഡലാണ്. ഇതാണ് ഇതിൻ്റെ മൈക്കിൻ്റെ ഒരു സൈസ് വരുന്നുണ്ടല്ലോ, വളരെ ചെറിയൊരു സൈസാണ്. ഇവിടെ അതിന് ചെറിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഈ മൈക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ വേറെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാഗ്നറ്റാണ്. ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത്, ഇത് വീണ് പോകാത്ത സ്ഥലത്ത് നിന്നിട്ട് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്. കാരണം ഇതിൽ നമ്മളിതിങ്ങനെ ആക്കുന്ന സമയത്ത് കറക്റ്റ് ഇതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ ഈ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തെറിച്ച് പോകും. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലാത്ത പക്ഷം സാധനം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഞാൻ കറക്റ്റ് വെച്ചു ഒട്ടി. ഇനിയിപ്പോൾ ഇതിലൂടെയാണ് ഫുൾ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു മൈക്ക് എക്സ്ട്രാ ഡുവൽ ചാനൽ മൈക്കാണ് എക്സ്ട്രാ ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം. ഇനി ഇത് നമുക്ക് കാണുന്നത് നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യാനുള്ള റിസീവറാണ്. ക്യാമറയിൽ യൂസ് ചെയ്യുന്ന റിസീവറാണ്. അതും നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഉള്ളിലും 3 ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ സിയിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറും കാര്യങ്ങളുണ്ട്. അതെൻ്റെ ഫോണിൽ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം എൻ്റെ കയ്യിൽ ഇതിന് വേറെ മൈക്കില്ലാത്തതുകൊണ്ടും സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഞാനത് എൻ്റെ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് എടുത്തിങ്ങനെ ഒതുക്കി എടുത്ത സാധനങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മാഗ്നറ്റാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. 2 ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പിലും മാഗ്നറ്റാണ്. ഇതാ കണ്ട, ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് പൊട്ടും. ഈ ക്ലിപ്പിൽ നമ്മൾ ഈ മൈക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പോടെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിന്നെ ഈ ക്ലിപ്പിലൂടെ നമുക്കിതിങ്ങനെ സെറ്റാക്കി വയ്ക്കാം. മാഗ്നറ്റ് വേണ്ട, മാഗ്നറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണ് ക്ലിപ്പ്. എന്നാലും കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സംഭവം മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിപ്പ് 2 വരുന്നുണ്ട്. ഇത് നമുക്ക് തന്നെ മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു ചെയിൻ പോലത്തെ ഒരു സംഭവം. ഇത് നമ്മൾ നേരത്തെ നിന്ന് ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്ന് പൊട്ടി. വേണ്ട, ഈ സൈഡൊന്ന് പൊട്ടി. കാരണം അത്രയും ബലമുള്ള ഒരു എന്താ പറയുക, ഒരു ടാഗായിട്ടൊന്നും എനിക്കിത് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ടാഗ് നമ്മൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട്, ഇപ്പം ഞാനത് പൊട്ടിക്കാനോട് ചെയ്യില്ല, അതൊന്ന് ശരിയാക്കണം. ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഇതിൽ വരുന്നത് മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റിൽ നമ്മുടെ ഈ മൈക്കൊന്നിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഞാനിങ്ങനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തപ്പോൾ ഈ മൈക്ക് തിരിഞ്ഞു പോയി ആൾ. അയ്യോ എൻ്റെ മോതിര രക്ഷയില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല. അത് ഇങ്ങനെ കിടക്കുന്നു തോന്നണം. ഇങ്ങനെ ഒരു മാല പോലെ ഈ സാധനം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കും. തിരിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാല പോലെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ പോകാം. ഇതിൻ്റെയും ഒരു 2 ഉണ്ട്. കുഴപ്പമില്ല, ആളവിടെ അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമുക്കിതിൽ വരുന്നത് നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ചാർജറാണ്. ഇത് ഞാൻ അഴിച്ചിട്ടില്ല, ഒരു C ടൈപ്പ് ചാർജറാണ്. പിന്നെ വരുന്നത് നമ്മുടെ വിൻഡ് കട്ട് ചെയ്യാനുള്ള ആ ഒരു പഫും കാര്യങ്ങളൊക്കെ. ഇത് നല്ല രസമായിട്ടില്ല. ഇതിങ്ങനെയാണ് വിൻഡ് കട്ടിങ് നമുക്ക് നോക്കാം കേട്ടോ. വിൻഡ് കട്ടിങ് എത്രത്തോളം ഉണ്ട് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ മൈക്കിൻ്റെ ഇതിലേക്ക് ഞാനൊന്ന് ഊതി നോക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് സൗണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം ഇത് വെച്ചിട്ട് അതേപോലെ തന്നെ ഊതി നോക്കാം. ഇത് വെക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഈ സംഭവം കടത്തി വെക്കണം. അയ്യോ, ഇതിപ്പോൾ നമ്മുടെ ഇത് കുറച്ച് പാടാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇത് ആളില്ലാത്ത സ്ഥലത്തൊക്കെ നിന്നിട്ട് ചെയ്യാം. കാരണം നിലത്ത് വീണ് പോകാത്ത സ്ഥലത്തൊക്കെ നിന്നിട്ട് ചെയ്യാം. ഞാൻ പറയുന്നു, കാരണം ഇതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ പോയി കിട്ടാനൊക്കെ എളുപ്പമല്ല. ഇതാകെ അത്രയ്ക്കേ ഉള്ളൂ. ഒരു ചെറിയൊരു കടുകോണി വലുപ്പത്തിൻ്റെ അത്ര ചെറിയൊരു സാധനമാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒന്നും നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ ഞാനിതിങ്ങനെ ഇതിലേക്ക് സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഊതി നോക്കാം. ഈ ഭാഗത്താണ് വയ്ക്കുന്നത് തോന്നുന്നത്. എന്തെങ്കിലും വിൻഡിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊന്നും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലേ ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെയും 2 വന്നിട്ട് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല. 2 മൈക്കിലേക്ക് ആയ കാരണം കൊണ്ട്
ഇതും ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പം ഇതും നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഇതാ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള റിസീവർ ഉണ്ടല്ലോ, ക്യാമറയുടെ റിസീവർ, അതിൻ്റെ കേബിളാണ് ഈ ഒരു കാണുന്നത്. ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊരു ഇമോജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചെറിയൊരു എന്താ പറയുക സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. നോക്കി ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു എംബ്ലം ഉണ്ടല്ലോ, ഈ എംബ്ലം നമുക്ക് വേണ്ട, കുറച്ച് എന്താ പറയുക ഒരു സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ഇമോജിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എടുത്തിട്ട് നമുക്കിതിൽ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഒന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 40 മണിക്കൂറാണ് ഈ ഒരു സാധനത്തിൻ്റെ ചാർജിങ്ങിൻ്റെ ടൈം പറയണത്. ഒരു കാര്യം കൂടി പറയട്ടെ, 40 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസീവറിൻ്റെ ഫുൾ ചാർജിങ് ടൈമാണ് അവർ പറയുന്നത്. അതായത് റിസീവറിൽ വെച്ചിട്ടുള്ള ടോട്ടൽ ചാർജിങ് ടൈമാണ് പറയുന്നത് 40 മണിക്കൂർ. ഈ മൈക്ക് മാത്രം ചാർജ് നിൽക്കുന്നത് ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെയാണ്. 10 മണിക്കൂർ കുഴപ്പമില്ല, അത്യാവശ്യം. മറ്റുള്ള എന്താ പറയുക വലിയ ഡിജെയിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും എന്താ പറയുക കൂടുതലല്ല. ഡിജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതൊരു 10 മണിക്കൂറൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു മാലയമത്തെ മാഗ്നറ്റൊക്കെ നമ്മൾ ഊരുമ്പോൾ ശ്രദ്ധിക്കണം, അത് കയ്യിൽ പെടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. വളരെ പതുക്കെ നമ്മൾ ഊരിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളെ ഒരു ബ്ലൂ ലൈറ്റാണ് നമുക്ക് കാണുന്നത്. നോയിസ് ക്യാൻസലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇവിടെ ഒരു യെല്ലോ ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഈ യെല്ലോ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വെറുതെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. ഈ ഗ്രീൻ ലൈറ്റ് കത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ റിസീവറിലും അവിടെ ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കറിയാം ഇത് നോയിസ് ക്യാൻസലേഷൻ ആണെന്നുള്ളത്. ഇത് നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഇനിയിപ്പോൾ ഇവിടെ എന്താ പെട്ടിട്ട് കാണിച്ചു തരാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഫാനൊക്കെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ എൻ്റെ മകൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് ഇപ്പം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കരച്ചിൽ നിർത്തിയെന്നാണോ? അല്ല, കരയുന്നുണ്ട്, അത്യാവശ്യം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഈ ഒരു സംഭവത്തിലാണ്. അപ്പോൾ വിൻഡ് റിഡക്ഷൻ പറഞ്ഞു, നോയിസ് ക്യാൻസലേഷൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ എന്താ പറയാനുള്ളത്? ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. വളരെ ചെറിയ മൈക്കാണ്. അതായത് DJയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 10-20,000 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ വെറും 10,900, 10,800 ആ റേഞ്ചിനൊക്കെ നമുക്കൊരു മൈക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ലൊരു മൈക്കാണ്. പിന്നെ വലിയ സൈസും കാര്യങ്ങളൊന്നല്ല. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ മൈക്ക് അങ്ങനെയുള്ള മൈക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സൈസൊക്കെ വരും ഒരു മൈക്ക്. ഇത് നോക്കിയേ, അതിൻ്റെ ഭാഗം പോലും ഇല്ല. ആ റോഡിൻ്റെ മൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോഴും അത്രയും ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇല്ലാത്ത പക്ഷം സംഭവം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉരുണ്ട് പോയി കഴിഞ്ഞാൽ തപ്പി കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. പോയി ആ വഴിക്ക് പോകും. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ അടിപൊളിയാണ്. ഈ ഒരു റേറ്റിന് നമ്മുടെ സാധാരണക്കാരൻ്റെ DJ എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, സത്യമാണ്. അത്യാവശ്യം അടിപൊളിയായിട്ട് ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വാങ്ങാം. റേറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ മോഡലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന മോഡൽസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 13 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൽ മാഗ്നറ്റ് അല്ല, അവിടെ ക്ലിപ്പ് ചെയ്യുന്നതാണ്. ക്ലിപ്പിങ് എനിക്ക് വലിയ താല്പര്യമില്ല മാഗ്നറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. പോയി കഴിഞ്ഞ് പെട്ടു. പിന്നെ 1 year ആണ് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബില്ലും ബോക്സും വെക്കണം അവർ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം 10,800 നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. ബില്ല് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10,800 കാണില്ല, ചെറിയൊരു ലെറ്ററിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കാര്യങ്ങളും ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.